നമ്മൾ സർക്കുലർ ഫ്ലോൻ്റെ 4 സെക്ടർ ഇക്കോണമിയിലുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് മണി ഫ്ലോസ് മാത്രമാണ് കാണിക്കുന്നത്. ഫ്ലോ ഇൻ ടേംസ് ഓഫ് മണി, മണി ടേംസിലുള്ള ഫ്ലോ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ കാണാം ഹൗസ് ഹോൾഡ് ഫേംസും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ ഹൗസ് ഹോൾഡ് ഫാക്ടർ പേയ്മെൻറ്റ്സ് നമുക്കറിയാം, ഹൗസ് ഹോൾഡ് ഫാക്ടർ സർവീസസ് ഫേംസിന് വേണ്ടി നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിയൽ ഫ്ലോ കാണിക്കാത്തതുകൊണ്ട് തന്നെ അതിവിടെ കാണിക്കുന്നില്ല. എന്നിട്ട് അതിന് പകരമായിട്ടാണ് ഫേംസ് ഫാക്ടർ പേയ്മെൻറ്റ്സ് ഹൗസ് ഹോൾഡിനേക്ക് നൽകുന്നത്. അതാണ് ഈ ഒരു ലൈന്. ഫേംസ് ഫാക്ടർ പേയ്മെൻറ്റ്സ് ഹൗസ് ഹോൾഡിന് നൽകുന്നു. അതുപോലെ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അഥവാ ഫേംസ് നൽകുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ടുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫേംസിനേക്ക് ഹൗസ് ഹോൾഡ് നൽകുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ ബോറോയിങ്സും സേവിങ്സും. ഫേംസ് അവരുടെ പ്രോഫിറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സേവിങ്സായി ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് കൊടുക്കുകയും ഫിനാൻഷ്യൽ സെക്ടർ ലോണോ മറ്റു തരത്തിലുള്ള രീതിയിൽ ഫേംസിന് തിരിച്ച് കടം കൊടുക്കുന്നതും നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡിലും സേവിങ്സും ബോറോയിങ്സും കാണാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഗവൺമെൻറ് സെക്ടർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിന് ഫേംസും അതുപോലെ തന്നെ ഹൗസ് ഹോൾഡും ടാക്സ് നൽകുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം ഇവിടെ കാണിക്കുന്നത്. ഗവൺമെൻറ്റിന് പലതരത്തിലുള്ള ടാക്സുകൾ ഫേംസും അതുപോലെ ഹൗസ് ഹോൾഡും നൽകുന്നുണ്ട്. ഇനി ഗവൺമെൻറ് ഇതിന് പകരമായിട്ട് ഫേംസിന് ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഫേംസിൻ്റെ, അതുപോലെ തന്നെ സബ്സിഡിയും നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ഫേംസിന് ലഭിക്കുന്നതിനെയാണ് നമ്മൾ ഇങ്ങോട്ട് വരച്ചിട്ട് കാണിക്കുന്നതും. അതുപോലെ അങ്ങോട്ട് നമ്മൾ ടാക്സ് ആയിട്ട് ഫേംസ് ഗവൺമെൻറ്റിന് നൽകുന്നതും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പെൻഷനും സ്കോളർഷിപ്പും അങ്ങനെയുള്ള രീതിയിൽ ഗവൺമെൻറ് നൽകുന്ന ട്രാൻസ്ഫർ ഏർണിങ്സ് ഹൗസ് ഹോൾഡിന് നൽകുന്നതും, അതുപോലെ ഹൗസ് ഹോൾഡ് അവർക്കുണ്ടായിരിക്കുന്ന പലതരത്തിലുള്ള നികുതികൾ ഗവൺമെൻറ്റിന് നൽകുന്നതുമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 സെക്ടർ ഇക്കോണമീൻ്റെ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് 4 സെക്ടറായിട്ട് വരുന്ന സമയത്ത് അഥവാ ഫോറിൻ സെക്ടർ കൂടി ഇൻക്ലൂഡ് ആകുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നത്, ആദ്യം ഫേംസ് എക്സ്പോർട്ട് പേയ്മെൻറ്റ്സ് ഫോറിൻ സെക്ടറിൽ നിന്നും ഇങ്ങോട്ട് ലഭിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് പല കാര്യങ്ങളും എക്സ്പോർട്ട് ചെയ്ത് ഫോറിൻ സെക്ടറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന് പകരമായിട്ട് ഫേംസിന് ഫോറിൻ സെക്ടർ എക്സ്പോർട്ടിൻ്റെ പേയ്മെൻറ്റ്സ് നൽകും. അതാണ് ഇങ്ങോട്ട് എക്സ്പോർട്ട് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫേംസ് ഫോറിൻ സെക്ടറിൽ നിന്നും പല കാര്യങ്ങളും ഇൻപുട്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഇമ്പോർട്ട് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ്സാണ് ഇവിടെ ഇമ്പോർട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇത് പേയ്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് പേയ്മെൻറ്റ് ഫോറിൻ സെക്ടർ ഫേംസിലേക്കും ഇമ്പോർട്ട് പേയ്മെൻറ്റ്സ് ഫേംസിൽ നിന്നും ഫോറിൻ സെക്ടറിലേക്കും പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹൗസ് ഹോൾഡിൽ നിന്നും ഹൗസ് ഹോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്ന പല കാര്യത്തിനുള്ള പേയ്മെൻറ്റ്സ് ഫോറിൻ സെക്ടറിലേക്ക് നൽകുകയും ഫോറിൻ സെക്ടറിലേക്ക് ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്ന എക്സ്പോർട്ടിൻ്റെ പേയ്മെൻറ്റ്സ് ഫോറിൻ സെക്ടർ ഹൗസ് ഹോൾഡിന് നൽകുന്നതുമാണ് ഈ ഒരു സർക്കുലർ ഫ്ലോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ലീക്കേജസും ഇഞ്ചക്ഷനും ഇക്കോണമിയിൽ നടക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ സേവിങ്സ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഈ സേവിങ്സ് എന്ന് പറയുന്നത് നമ്മളെ ഇക്കോണമിയിൽ ഒരു ലീക്കേജാണ്. കാരണം തന്നെ നമ്മുടെ ഇക്കോണമിയിൽ സർക്കിൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഒരു ഇക്കോണമിയിൽ പ്രവർത്തിക്കേണ്ട എമൗണ്ട് ഓഫ് മണി നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് അത് ഇക്കോണമീനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീക്കേജാണ്. ഇവിടെ ഇഞ്ചക്ഷനായിട്ട് കാണിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്കറിയാം, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ഇക്കോണമിയിലേക്കുള്ള ഒരു ഇഞ്ചക്ഷനാണ്. ഇത് 2 സെക്ടർ ഇക്കോണമിയിലെ ലീക്കേജും ഇഞ്ചക്ഷനുമാണ്. ഇനി അത് 3 സെക്ടർ ആവുന്ന സമയത്ത് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സുകൾ അത് ശരിക്കും നമ്മൾ ആ ഒരു കൺസ്യൂമേഴ്സ് അതിനെ കൊണ്ട് കൺസ്യൂം ചെയ്തിട്ട് ഇക്കോണമിയിൽ ഇഞ്ചക്ഷനായി മാറേണ്ട എമൗണ്ടാണ് ടാക്സായി ഗവൺമെൻറ്റിനേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇക്കോണമീനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീക്കേജാണ്. അതുപോലെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് പലതരത്തിൽ ടാക്സ് ആയിട്ടും സബ്സിഡി ആയിട്ടും ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആയിട്ടെല്ലാം ഹൗസ് ഹോൾഡിനും ഫേംസിനെല്ലാം നൽകുന്ന ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇക്കോണമീനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചക്ഷനാണ്. അതുപോലെ
ഇമ്പോർട്ട് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇക്കോണമീനെ സംബന്ധിച്ചിടത്തോളം ലീക്കേജും, എക്സ്പോർട്ട് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമിയിലേക്ക് വരുന്നതായതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചക്ഷനും കൂടിയാണ്.